പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ച സമയമായപ്പോൾ ഫുഡ് കഴിക്കാൻ ഓരോരുത്തർ വന്നിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടില്ല, 3-4 പേരെ എത്തിയിട്ടുള്ളൂ. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇത് നമ്മളെ ടുട്ടാണ്. ഒരു 3 പോലും നോക്കുന്നില്ല. ഇത് ജൂലി പെണ്ണാണ്. ജൂലി. ഇത് ചിരിയൻ. വാലാട്ടി ഉണ്ടോ? ചിരി നമ്മളെ ചാക്കിയുടെ ഒരു ടൈപ്പാണ്. എപ്പോഴും വാലാട്ടി വലിയാട്ടി നിൽക്കും. ഇവൻ്റെ ആ മുതുകത്ത് കണ്ടോ ഒരു മുറിവുണ്ടോ? അത് പിന്നെ നീ നക്കിയത് പരുവാക്കുന്ന അത് വലിയൊരു ഹോളായിരുന്നു. അത് നിറയെ പുഴുവായിരുന്നു. നമ്മൾ ടർഫൻ മേടിച്ച് ആദ്യം സ്പ്രേ മേടിച്ചടിച്ചെങ്കിലും അത് ഉണങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോള് വലുതായി. അപ്പോൾ പിന്നെ നമ്മൾ ടർഫൻ മേടിച്ചിട്ട് ആ ഹോളിൽ ഒഴിച്ചു കൊടുത്ത് 2-3 ദിവസം. എന്തിനാ വീണ്ടും നക്കുന്നതിനകത്ത് ഇനി ഉണ്ടോ? ഇല്ലല്ല, മുറിവ് ഉണങ്ങിയിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഉണങ്ങിയുണ്ട, മുറിവ് നല്ല രീതിയിൽ ഉണങ്ങി. ഇപ്പം മൂടി കഴിഞ്ഞു, അതിനകത്തിപ്പം ഹോളും ഇല്ല, ഒന്നുമില്ല. ഇവനെ നമ്മൾ വിളിക്കുന്ന പേര് ചിരിയൻ എന്നാണ്. ചിരിയൻ എപ്പോഴും ഭയങ്കര ചിരിയ ആൾക്ക് ഇല്ലേ ചിരിയ. അങ്ങനെ ഈ ഹോള് വലുതായി അതിനകത്ത് നിറയെ പുഴുവും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ രണ്ടാമത് പിന്നെ ടർഫൻ മേടിച്ച് ഒഴിച്ചു കൊടുത്തപ്പോഴേതായി ഇപ്പോൾ ആ ഹോള് ഉണ്ട്. അത് മൊത്തം അടഞ്ഞ് മുറിവ് ഉണങ്ങി കഴിഞ്ഞ്. ടർഫൻ മേടിച്ച് 3 ദിവസം അതിനകത്ത് ഒരു നേരം വെച്ച് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അത് ഉണങ്ങി. അതിനുശേഷം പിന്നെ ഹിമാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദിക് ഓയിൽമെൻറ്റ് പോലത്തെ ഒരു ഇതുണ്ട്. അത് മേടിച്ച് അവന് ഇട്ട് കൊടുത്തപ്പോൾ അത് ഉണങ്ങി. മുറിവ് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി. ഇപ്പോൾ അതിനകത്തൊന്നുമില്ല. നമ്മൾ ഈ സ്പ്രേ മേടിച്ച് അടിച്ചപ്പോഴും അതിനകത്ത് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുഴുക്കളെല്ലാം ഇനി പോരുന്നു. അപ്പോഴാണ് മുറിവ് ഉണങ്ങി കണക്ക് നമുക്ക് തോന്നിയത്. പക്ഷെ അതിനകത്ത് പുഴുവിൻ്റെ മുട്ട ഉണ്ടായിരുന്നപ്പോൾ ആ മുട്ട വിരിഞ്ഞപ്പോൾ വീണ്ടും അത് ഹോളായിട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ടർഫൻ മേടിച്ച് ഒഴിച്ചു കൊടുത്ത് അതിപ്പോൾ ഉണങ്ങി വൃത്തിയായി. ഇപ്പം ഹിമാക്സ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ മൂടി ഹിമാക്സ് ഇട്ട് നല്ലതുപോലെ മൂടി രോമം വരുന്നത് വരെ നമുക്ക് ഹിമാക്സ് ഇടണം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതിരുന്നാലും ചിലപ്പം പറയാക്കത്തില്ല, വീണ്ടും പുഴുവാകും. ഈ പുഴു ഉള്ള സമയത്താണെങ്കിൽ പാവത്തിന് ഒന്ന് നേരെ ചൊവ്വ ഇതുപോലെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എപ്പോഴും ആ പുഴു അതിനകത്തിരുന്ന് ഇങ്ങനെ ഞൊളഞ്ഞിരിക്കുമ്പോഴത്തേ വേദന ആന്തരം എപ്പോഴും തിരിഞ്ഞ് ആ മുതുകത്ത് നക്കാനേ അവന് സമയമുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഇപ്പോൾ സമാധാനമായിട്ട് ആൾ ഭക്ഷണം കഴിക്കുന്നത്. ഇത് ടർഫൻ കഴിക്കുമ്പോൾ ഭയങ്കര നീറ്റലാണ്. അപ്പോൾ നിലയം വിളിച്ചുകൊണ്ട് ഓടും. നമ്മൾ അടുത്തൊന്നും അവൻ വരത്തില്ലായിരുന്നു. കാരണം നമ്മൾ മരുന്നൊഴിക്കുമോ അറിയാവുന്നതുകൊണ്ട് നീറ്റലെടുക്കുമോ എന്നുള്ളതുകൊണ്ട് അവൻ അടുത്ത് വരത്തില്ലായിരുന്നു. അപ്പോൾ ചോറുണ്ടിട്ട് പോയി കിടക്കാൻ പോവുക. ഭക്ഷണം കഴിക്കാനൊക്കെ വന്നാലും ദൂരം ഒന്നും നിൽക്കത്തേ ഉള്ളായിരുന്നു, അടുത്ത് വരത്തില്ല. കാരണം നമ്മൾ മരുന്നൊഴിക്കുമെന്ന് പേടിച്ചിട്ട്. അവനെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവനെ അടുത്ത് വിളിച്ചൊക്കെ 3-4 ദിവസം മരുന്നൊഴിച്ച് കൊടുത്തത്. അതിനിപ്പോൾ അത് എന്തായാലും മാറി ഉണങ്ങി നല്ല ഇതായി. ഇപ്പോൾ കുഴപ്പമില്ല ആള്. ഇപ്പോൾ കുഴപ്പമില്ല അല്ലേ? ചിരിയ ഒരായി പറ. ഇതെന്തോ നുണയുന്നത്? ചോറ് തിന്നതിൻ്റെ ഉസിയാണോ? ചോറ് തിന്ന ഈ പേപ്പർ എടുത്ത് കളയണോന്ന് അറിഞ്ഞൂടെ? ഇത് ഇനി എടുക്കാൻ വീട്ടിൽ നിന്ന് ആളിനെ കൊണ്ടുവരണോ? ചിരിയാ എവിടെ? അപ്പം മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒരാൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ. ഒരുത്തന്തോ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് വണ്ടിയുടെ സൈഡിൽ പോയിരിക്കുന്നു. ഇനി വെയിലൊക്കെ ഒന്ന് താഴുമ്പോഴത്തേക്ക്, വെയിൽ കുറയുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വരും ഭക്ഷണം കഴിക്കാനായിട്ട്. ഇനി ഒരു 3-4 പേരും കൂടെ ഒക്കെ വരാനുണ്ട്. അവരൊക്കെ പയ്യെ വരും. വെയിൽ കുറയുമ്പോഴത്തേക്കേ വരുത്തുള്ളൂ. അപ്പോൾ ചിരിയനെ കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിച്ചാൽ അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ റെഡിയാക്കിയത്. അതാണ്ട് അടുത്തൊരാൾ വന്നിട്ടുണ്ട്, കറുപ്പൻ. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ. ഇവൻ ആൾ ഭയങ്കര ക്യൂട്ടാണ്. ഇപ്പോൾ വെയിലായതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ക്ലിയർ ഇല്ല. ഇവൻ കറുപ്പ് നല്ല ഭംഗിയുള്ള ഒരാൾ. അവന് ഭയങ്കര തിരിച്ചറിയാം. അവർക്ക് ഓരോ ടൈമിൽ ഓരോ സ്ഥലങ്ങളിൽ ഫുഡ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ട്, അതാണ്ട് ഈ ചിണ്ട. ഇവൻ്റെ ചോറ് അവൻ പകുതി തിന്നിട്ട് മാറിയപ്പോഴത്തേക്ക് ഈ കറുപ്പൻ വന്ന് അതിനകത്തും തിന്ന്. അപ്പം മറ്റവൻ ദേഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക അവന്. ജൂലി ചോറ് തിന്നിട്ട് ഇവിടെ കുത്തിയിരുന്ന് വാല് ചൊറിയുന്നു. എന്തുവാ വാലാട്ടി കിടക്കുന്നത്? ചിരിയപ്പാ. ഇത് വാലാട്ടി കിടക്കുന്നത് എന്താ? ആള് ഭയങ്കര സ്നേഹം കേട്ടോ. ഭയങ്കര ഇണക്കമുള്ളൊരു ഡോഗാണ്. നമ്മൾ അവനെ തൊടയെ പിടിക്കുക, തടവുകയൊക്കെ ചെയ്യാം. ഇവര് 1-2 പേരെയല്ല നമ്മൾ അടുത്ത് വരുന്നത്. ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും അടുത്ത് വരത്തില്ല. 1-2 പേര് മാത്രമേ അടുത്ത് വരാറുള്ളൂ. മനുഷ്യന്മാരെ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫുഡിൻ്റെ ടൈമിന് മാത്രം വന്നിട്ട് അവർ നമ്മളടുത്ത് അധികം അടുക്കാതെ പോകുന്നത്. കാരണം മനുഷ്യരിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം എല്ലാ ഡോഗ്സും നമ്മളടുത്തൊന്നും അടുക്കാറില്ല. ആരെങ്കിലുമൊക്കെ എറിയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം.
അത് ആ പേടി ഉള്ളത് കൊണ്ടായിരിക്കും അവരിങ്ങനെ അധികം നമ്മളടുത്ത് ചിലരൊന്നും അടുക്കാത്തത്. ശരിയാ പോട്ടാ, നീ ചോറ് കഴിച്ചില്ലേ? ഞങ്ങൾ ചോറ് കഴിച്ചാൽ നീ തിരക്കിയാടാ. ഏടാ ശരിയാ, ഞങ്ങൾ പോയി ചോറ് കഴിക്കട്ടോ. ഇങ്ങോട്ട് നോക്കിയാണ് എന്താ കണ്ണ നോക്കുന്നുണ്ടല്ലേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചിരിയനെ കുറിച്ചൊരു വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഇടണമെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അവനെ കയ്യിൽ കിട്ടിയത് ഇപ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ അവനെ കയ്യിൽ കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.